അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ഇപ്പോൾ എവിടെ പോവാന്നല്ലേ? നമ്മൾ എവിടെ പോവാ? ടാറ്റു പോവാ. ഞങ്ങൾ എങ്ങോട്ടാ ടാറ്റു പോണേ? എങ്ങോട്ട് പോണേ? 1, 2 പഠിക്കാൻ വേണ്ടി ഞങ്ങൾ അംഗൻവാടി പോവാ അല്ലേ? അപ്പം നമുക്ക് ഇന്ന് രാവിലെ അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസം തന്നെ കേട്ടോ. കാരണം പണിക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ആവണിക്കുട്ടിനെയും നമുക്ക് അംഗൻവാടിയിലൊക്കെ വേണ്ടോണ്ട് ഞാൻ രാവിലത്തെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തില്ല. എന്നാലും നമ്മൾ ഞാനിപ്പോൾ ഇവിടെ വിടാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി പരിപാടികൾ എല്ലാം കഴിഞ്ഞു, കുക്കിംഗ് പരിപാടികൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നടന്നാട്ടൊന്ന് പോകുന്നത്. കാരണം ഏട്ടൻ ഇന്ന് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് നടന്നാലേ പോണേ. അല്ലെങ്കിൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടുവരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കണ്ടായിരുന്നു അല്ലേ? നടക്കൂ നീ? നടക്കുമോ? നടക്കുന്നൊക്കെ എന്തായാലും ഇവിടുത്തെ പറയുന്നുണ്ട് കേട്ടോ. അത് നടക്കുകയൊക്കെ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? അപ്പം അമ്മ എടുക്ക് മടുത്തു എന്ന് പറയില്ല. എങ്ങനെ പറയാ? അമ്മ മത്തു എക്ക് എന്ന് പറയും. അപ്പം അമ്മ എടുക്കണം അല്ലേ? അപ്പം എന്തായാലും ഞങ്ങൾ നടന്ന് പോവാട്ടോ. അപ്പം നമുക്കിനി വാതിലടയ്ക്കാം. നമുക്ക് വാതിലടച്ചിട്ട് പരിപാടികളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെടുക്കാം. സ്റ്റിക്കൊക്കെ എടുത്ത് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടപ്പോൾ തന്നെ അതൊക്കെ ഷെയ്ക്കാവും. നമ്മൾ വാതിലടയ്ക്കട്ടെ. അപ്പം എന്തായാലും നമുക്കിനി പോയിട്ട് പോണ വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇങ്ങനെതാ ഞങ്ങൾ വാതിലൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് ഇവിടെ. നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഓടി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവളെക്കാളും ഫ്രണ്ടിൽ ഉടച്ചു തരുമല്ലോ, അല്ലെങ്കിൽ അവളൊന്നും വീഡിയോയിൽ കിട്ടില്ല. നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളുന്നൊരു കുത്തുന്ന വെയിലാട്ടോ ഒന്നും വന്നിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ അംഗൻവാടി വരെ ഓടിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കേണ്ടി വരില്ല കേട്ടോ. വാ വാ വാ. എവിടെ പോവാ? 1, 2 പഠിക്കാം അല്ലേ? അതേപോലെ നമ്മുടെ സ്പ്രിംഗ്ലറുകളൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. നല്ല വെയിലല്ലേ? അപ്പോൾ നമ്മൾ നനച്ചില്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നനയ്ക്കും കൂടി ആണല്ലോ. അമ്മയുടെ കയ്യിൽ പിടിച്ചോ വാ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെന്ന് പറയുമ്പോൾ 2 സൈഡിൽ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു വഴിയൊക്കെ ആയിട്ട് നമുക്ക് പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. മടുത്തു ഇത്ര പെട്ടെന്നോ? മടുത്തുന്നാട്ടോ പറയണത്. 9 അവിടെ പശു മേയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിനെ കണ്ടിട്ടാണ് ഉമ്പാന്ന് പറയണത്. ഉമ്പേനെ കൊണ്ടോണോ? ഉമ്പയുടെ അടുത്തേക്ക് ഓടി പോവാണല്ലോ. ഉമ്പേനെ തൊടണ്ട ചാണകമുണ്ട്, ചീച്ചിയാവും കയ്യിൽ. അപ്പോൾ ഇതാ നമ്മുടെ ഉമ്പ വീണു. അവനെക്കുട്ടി ഉമ്പേനെയൊക്കെ നോക്കി ആസ്വദിച്ച് വന്നിട്ട് എത്ര മണിയാവുമ്പോൾ എത്തുള്ളൂ? 1 മണിയാവുമോ? ഇങ്ങനെ പോയാൽ മിക്കവാറും ഞങ്ങൾ ഉച്ചയാവുമെന്ന് എത്തുമ്പോൾ. എല്ലാ കാഴ്ചകളും ആസ്വദിച്ചാൽ പോയിക്കൊണ്ടിരിക്കണം. വാ 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 വാ. ബായ് പറ, ടാറ്റു എടുക്കുമ്പോഴേക്ക് ബായ്. പിന്നെ ഉമ്മ വയ്ക്കാൻ വരുവാ? അത്രയ്ക്ക് ഉമ്മയൊന്നും വേണ്ട. ഇവിടെയൊക്കെ നമുക്ക് വെയിൽ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ 2 സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ മരങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു വെയിലിൻ്റെ ഒരു ചൂടും മൊത്തത്തിൽ നല്ല രസമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരാളിതാ നേരെ എടുക്കാൻ പറഞ്ഞിരിക്കും കേട്ടോ. ഒക്കെ ചാടിക്കയറി ഇത്ര നേരമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇപ്പോൾ അമ്മേനെ അങ്ങനെ പറയാൻ സമ്മതിക്കില്ല. എന്താ ചാടി നടക്കുന്നുണ്ട് കേട്ടോ. ചാടി താഴെ ഇറങ്ങിയിരിക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടാണ്. 2 വീലറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നടു ഒടിയുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കേട്ടോ റോഡിൻ്റെ അവസ്ഥ. ഫുള്ള് കല്ലും ഇളകി പറഞ്ഞിട്ടാട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് താഴേക്കൊക്കെ നമ്മുടെ പറമ്പാട്ടോ. അപ്പോൾ ഒരു ഭാഗത്തൊക്കെ നോക്കി ചെത്തി നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുക കേട്ടോ. നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ചപ്പോ കാര്യങ്ങളൊന്നുമില്ല, പുല്ലൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടോ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് റോഡിൻ്റെ ഇപ്പുറ സൈഡ് ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ ഫുള്ള് പച്ചപ്പാട്ട് 2 സൈഡ് നന്നായിട്ട് തന്നെ. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു വഴി. വാഴക്കായാലും സ്പ്രിംഗ്ലറൊക്കെ ഫുള്ളായിട്ട് ഇന്നലെ വെച്ചിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ നനഞ്ഞ് കുളിച്ചാൽ ഷാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആയിരുന്നു നമുക്ക് ഇന്നലെ പരിപാടികൾ. അതായത് ഇന്നലെ ഇവിടെയൊക്കെ ആട്ടോ ചെത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ചൂടൊക്കെ ഫുള്ളായിട്ട് ചെത്തി അമ്മ എടുക്കാം മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ചപ്പൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി നിർത്തിയിരിക്കുവാണ്. ഇപ്പോൾ എന്താ അവന് കുട്ടി ചായ കുടിച്ചോ ചോദിക്കി? എല്ലാവരും ചായ കുടിച്ചോ ചോദിക്കണില്ല. ചാടിക്കറിയിട്ട് എന്തോ പറയണം ആൾ വീഡിയോ എടുക്കാന്നൊക്കെ. ചായ കുടിച്ചോ എന്നാണ് നമ്മുടെ അവനെക്കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചോ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. കമൻറ്റോ? അതും പറയാൻ തുടങ്ങിയോ? ഞങ്ങളെന്താന്ന് കഴിച്ച് രാവിലെ? മീൻ കൂട്ടി ചോറ് മാമ കേട്ടോ ഞങ്ങൾ കഴിച്ചത്. നമുക്ക് മേളിൽ കൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ടോ പരുന്തുകളൊക്കെ. നമുക്കിപ്പോൾ കോഴിയില്ലാത്തതുകൊണ്ട് ചെറിയൊരു സമാധാനം. ഇവിടെ ഇങ്ങനെ പരുന്ത് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ കോഴിനെയൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് പോകുന്ന വഴി അറിയില്ല കേട്ടോ. എപ്പോഴും ചിലപ്പോൾ നമ്മൾ നോട്ടെത്തിന്ന് വരില്ലല്ലോ. അപ്പോൾ ഇതെവിടെയൊക്കെ താഴേക്ക് നമ്മുടെ പറമ്പ് തന്നെയാണ്. കുറച്ച് ഞങ്ങൾ നടന്നുകൊണ്ട് ചെറിയൊരു കയറ്റാണ്. വരുമ്പോൾ നമുക്ക് വലിയ സീനില്ല, കാരണം ഇറക്കല്ലേ വരുമ്പോൾ, അതുകൊണ്ട് പെട്ടെന്ന് എത്തും. പക്ഷെ പോകുമ്പോഴാണ് നമ്മൾ ഒന്നും എടുത്തു. ഒരു നടക്കുമോ? കുറച്ച് കിടക്കുമ്പോൾ എന്നാ നല്ല തണുത്ത കാറ്റ്, തണുത്ത കാറ്റൊക്കെ നേരെ കിട്ടണമെങ്കിൽ നടക്കണം.
നടക്ക്. അവളോടാണ് എൻ്റെ കളി അല്ലേ. അവൾ അതിലും വലിയ കില്ലാടിയല്ലേ. അതേപോലെ തന്നെ ഇവിടെ നോക്കി നമുക്ക് ഒരുപാട് മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിപ്പോൾ എല്ലാം കാണിച്ചെന്ന് നമ്മളത് എപ്പോഴാണ് കൂട്ടി എത്തുക അവിടെ. എന്താ എൻ്റെ പുറകിൽ കണ്ടപ്പോൾ റോഡിൻ്റെ ഈ സൈഡ് നമ്മുടെ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ അതിൻ്റെ ആ താഴ്ഭാഗത്ത് ഫുള്ള് കപ്പയാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. കപ്പ കുഴപ്പമൊന്നുമില്ല, ഉഷാറായി വരുന്നുണ്ട്. പക്ഷെ കിഴങ്ങാവുമ്പോൾ നമുക്ക് കിട്ടുമെന്നാണ് സംശയം. കാരണം നമ്മുടെ പന്നിക്കുട്ടന്മാർ അതൊക്കെ കീഴടക്കും. കമ്പിയിലൊന്നും പിടിക്കണ്ട വിട്ടേ. അതാണ്ടോ അവിടെ നല്ല വെള്ളമൊക്കെ ഉള്ള, അതായത് നല്ല മഴയൊക്കെ ഉള്ള ടൈമിൽ ആ മലയിൽ കൂടെ നമുക്ക് വെള്ളച്ചാട്ടം, ഒരു 3-4 വെള്ളച്ചാട്ടം കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ പോയി. നമ്മൾ കാണിച്ചു കൊടുത്തു പോവാ. എന്തോ ഇങ്ങനെയാണോ ഞങ്ങൾക്ക് പോകാനുള്ളത്? ഇങ്ങനെ നേരെ അതിൻ്റെ മേളിലേക്ക് ഫുള്ള് തെരുവ പുല്ലുകളാണ്. തെരുവ മീൻസ് നമ്മൾ ഈ പുൽത്തൈലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പുല്ലേ അതാട്ടോ. ഫുള്ള് നോക്കി ഉണങ്ങി നിൽക്കും കേട്ടോ. മാതിരി വെയിലാണല്ലോ ഇപ്പോൾ. എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു വഴി കണ്ടോ, നമ്മുടെ പന്നിക്കുട്ടന്മാരുടെ സ്ഥിരം വരുന്നൊരു വഴിയുണ്ട്. അപ്പോൾ അതാണ്ടോ അവർ വന്നിട്ട് ആ ഒരു വഴി ഫുൾ ആ രീതിയിലായിരിക്കണേ. ഹായ്, നല്ല ഹാപ്പി ആയിട്ട് നമ്മുടെ ആവണിക്കുട്ടി കളിച്ചോണ്ടിരിക്കുക അല്ലേ. ഹായ് പറ. എത്തി, ഞങ്ങളിവിടെ എത്തി എന്നാട്ടോ അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 2 3 ഒക്കെ ചൊല്ലിട്ടാണല്ലോ പോണേ. ആവണിക്കുട്ടി എക്സ്പേർട്ടാ അല്ലേ. വാ. അങ്ങനെതാ ചെരുപ്പ് കൂരി പുറത്തത്തെ കുറച്ച് കളികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ നേരെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാണേ. ഇപ്പോഴൊക്കെ അംഗൻവാടിയുടെ ടെക്സ്ചർ പണ്ടത്തേനെ അപേക്ഷിച്ച് നല്ല രീതിയിലല്ല ചേഞ്ച് ആയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഒരുപാട് ടോയ്സും വാളിലൊക്കെ ആയാലും ഒരുപാട് പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മാറ്റമാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വൈബ് തന്നെയല്ല അംഗൻവാടിയിലൊക്കെ കുട്ടികൾക്ക് വരാൻ തന്നെ. കളിച്ചോ പതിക്കൊന്നും പോവില്ല, സ്പീഡിലേ പോവുള്ളൂ. സംഗീതം നമ്മൾ നമ്മുടെ ആവണിക്കുട്ടീനെയൊക്കെ അതാ അവിടെ അംഗൻവാടിയിലാക്കിയിട്ടാ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകുതി വെച്ച് നമുക്ക് പിന്നെ വീഡിയോ ഇല്ലായിരുന്നു പറഞ്ഞാലും നമുക്കൊരു വണ്ടി ഇട്ടിട്ടോ. നമ്മൾ അങ്ങനെയാട്ടോ അംഗൻവാടിക്ക് പോയതുകൊണ്ടാട്ടോ ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നത്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ ആക്കിയിട്ട് കുറച്ച് നേരം പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കാണാതെ വരില്ല നടക്കും കേട്ടോ. നമ്മൾ കാണിച്ചാൽ വന്നു കഴിഞ്ഞാൽ ആൾ കരയാൻ തുടങ്ങും കേട്ടോ. അമ്മയുടെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കാണാതെ ഞാൻ കുറച്ച് നേരം പുറത്ത് വിളിച്ച് നിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ അത്രയല്ലേ ആയിട്ടുള്ളൂ പ്രായമായാലും. പിന്നെ വാശിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് വലിയൊരു സമാധാനം. അപ്പോൾ ആൾ ഓക്കെയാണ്, കുഴപ്പമില്ല, അവിടെ ഉണ്ട്. അപ്പം എന്താണ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ഏലത്തിൻ്റെ തോട്ടാട്ടോ താഴേക്ക്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ സ്പ്രിംഗ്ലർ ഫുള്ള് നനച്ച് തോട്ടമൊക്കെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ റോഡിലേക്കും ഒന്ന് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ റോഡായാലും കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി ഒരു ചെറിയ ഡിസ്റ്റൻസിൽ കുറേ സ്പ്രിംഗ്ലറുകൾ ഇങ്ങനെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അതിൽ തണുപ്പ് നമുക്ക് എപ്പോഴായാലും ഏലത്തിന് നല്ല രീതിയിൽ നനവ് വേണം. പുതിയ സ്പ്രിംഗ്ലറൊക്കെയാണ് നല്ല ഫോഴ്സിലായിട്ട് അടിക്കുന്നത്. അപ്പോൾ തണുത്തൊരു കാറ്റുള്ള അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ അടിച്ച് നമ്മുടെ മേലേക്ക് തെറിക്കും. നല്ലൊരു തണുപ്പാണ്, ഒരു ചെറിയ കൂളിംഗ് ആണ് ഇങ്ങനെ നടക്കുമ്പോൾ. റോഡൊക്കെ ഇങ്ങനെ മഴ പെയ്ത പോലെ കേട്ടോ നനഞ്ഞിരിക്കുന്നത്. കാരണം സ്പ്രിംഗ്ലറിൻ്റെ ഒരു എഫക്റ്റ് അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് വന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ നനഞ്ഞ് കുളിക്കൂട്ടോ. കാരണം സ്പ്രിംഗ്ലർ നല്ല ഫോഴ്സിലാണോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്കൊക്കെ നോക്കിയാലും താഴേക്കൊക്കെ ഒത്തിരി സ്പ്രിംഗ്ലർ. ഇത് വലിയൊരു തോട്ടാട്ടോ ഏലത്തിൻ്റെ. അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. അടുത്ത സംഭവം നേരെ റോഡിലേക്ക് വീഴും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് പോകാം. ചെറുതായിട്ടൊന്നും നനഞ്ഞു കേട്ടോ. പക്ഷേ ഈ ഒരു വെയിലത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ നനയാൻ ഒരു പ്രത്യേക രസമല്ലേ. ഇത് കറക്റ്റ് നമ്മുടെ ക്യാമറയിലേക്കാട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് പതുക്കെ നടന്ന് പോകാം കേട്ടോ. എന്നാലും നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ വണ്ടി കിട്ടുന്നൊന്നും. ഞങ്ങൾ എല്ലാവരും നടന്ന് തന്നെ ഒന്ന് പോകാനാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് യാദൃശ്ചികമായിട്ട് വണ്ടി കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നടക്കാതെ കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. അതുകൊണ്ടാണ് ബാലൻസ് ഉള്ളതൊന്നും ഞാൻ എടുക്കാതിരുന്നത്. ഗൈസ് നന്നായിട്ടൊരു മഴ പെയ്ത എഫക്റ്റാണോ നമ്മുടെ റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞ് കുടിച്ച്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നല്ലൊരു കുളം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു കുളം നല്ല തെളിഞ്ഞ് വെള്ളം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാട്ടോ മോട്ടറൊക്കെ അടിച്ചിട്ട് സ്പ്രിംഗ്ലറുകൾ ഫുൾ അടിക്കുന്നത്. അത്യാവശ്യം നല്ല ആഴത്തുള്ളൊരു കുളം തന്നെയാണ്. എനിക്ക് അങ്ങ് മേളിലേക്കൊക്കെ കുറേ അടിക്കുന്നുണ്ട്. മേളിലേക്ക് ഫുള്ളുണ്ട് കേട്ടോ ഈ ഒരു തോട്ടം. അതുകൊണ്ട് തന്നെ
മേളിൽ കൂടി താഴെ കൂടെയൊക്കെ നിറച്ച് നമുക്ക് പിള്ളേരുകൾ ഇങ്ങനെ നിരന്നടിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഞാൻ നടന്നത് പകുതിയോളം എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗം എത്തിയപ്പോഴൊക്കെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. നോക്കിയാൽ പകുതിക്ക് വെച്ച് ഫുള്ള് ഇതാ ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഒരുപാട് പേര് വരും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിച്ച് കയറണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇതൊന്നും പെട്ടെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകും കേട്ടോ. കുറേ ഇടിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് താഴേക്ക്. വലിയൊരു കുത്തനൊരു താഴ്ചയായി മാറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ എന്നാലും ഇനി ഞാൻ പെട്ടെന്ന് പോട്ടെ, കാരണം നമുക്കിത് പണിക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പോയിട്ട് വേണം അവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പോയിട്ട് ഫുഡൊക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഫുഡിൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അല്ലാത്ത കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്നാലും അതൊക്കെ ഒന്ന് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ആൺകുട്ടീനെ ഞാൻ അംഗൻവാടിയിൽ വിട്ടുകൊണ്ട് തന്നെ ഫ്രീ ആയല്ലോ കുറേ. അപ്പോൾ എന്നാലും ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വിളിച്ച് നോക്കും കേട്ടോ. കാരണം എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കരച്ചിലും വാശിയൊന്നും ഇല്ല, എന്നാലും അവർക്ക് നല്ല സങ്കടമാട്ടോ കേട്ടോ. നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ അത്രയെല്ലാം ആയിട്ടില്ല അതിൻ്റെ ഒരു ഇത്. അമ്മയുടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വിളിച്ച് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. ഗൈസ് സ്പ്രിംഗ്ലറിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ഡ്രസ്സൊക്കെ കുറേ നനഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല വെയിലും ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് പോട്ടെ കേട്ടോ. നമുക്ക് നോക്കി പന്നി ഇറങ്ങുന്ന വഴികൾ അത് മാത്രം ഞാൻ നേരത്തെ വരുന്ന വഴിക്ക് പറഞ്ഞാൽ കാണിച്ചു. അതേ പോലത്തെ വഴിയാട്ടോ ഇത്. ഇവിടെ ആയാലും നോക്കി ഇറങ്ങിയിട്ട് ആ ഒരു കുത്തനെ ഫുള്ള് അവിടെ നിന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പൊടിഞ്ഞ് ഇളകി വന്നിരിക്കുകയാണ്. ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പം തന്നെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഓൺ ദ സെക്കൻഡിൽ തന്നെ കാണാനും കൂടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ പറമ്പിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തി തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ കുറച്ചുകൂടി ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ പെട്ടെന്ന് പോകാം കേട്ടോ. നമുക്ക് വരുന്ന പോലെ ആയിരുന്നില്ല കേട്ടോ. അതായത് വന്നപ്പോൾ നമ്മൾ പകുതി നടന്നു, അതിന് ശേഷമാണ് നമുക്ക് വണ്ടി കിട്ടുക. എന്നാലും നമുക്കിത് പോകുമ്പോൾ കുത്തനൊരു ഇറക്കാണല്ലോ, വരുമ്പോഴായിരുന്നല്ലോ കയറ്റും. അപ്പോൾ പോകുമ്പോൾ നമുക്ക് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എത്തിയിട്ട് നടന്നാലും നമ്മളങ്ങനെ മടുക്കൊന്നുമില്ല, ഇറക്കായതുകൊണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉണ്ട് നടക്കാത്ത പെട്ടെന്ന് നടക്കട്ടെ. മരങ്ങളൊക്കെ ഫുള്ളിങ്ങനെ ഇല പൊഴിഞ്ഞൊരു ടൈം കൂടി ആയതുകൊണ്ട് പകുതി മരങ്ങളിലും ഇല ഇങ്ങനെ പകുതിയോളം കൊഴിഞ്ഞ് കിടക്കുവാണ്. കൊഴിഞ്ഞ് ആ ഒരു മരത്തിലൊക്കെ ഫുള്ള് കൊഴിഞ്ഞ് വീഴുക പുതിയ ഇലകൾ വന്ന് നല്ല തളിർപ്പായിട്ട് നിൽക്കുവാണ്. അങ്ങനത്തെ നമ്മൾ ഏകദേശം എത്തിയിട്ട് നമുക്ക് ഈ ഒരു വളവ് കൂടി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീടാണ്. ഇവിടെ ഇതൊക്കെ കാണുന്നതൊക്കെ നമ്മുടെ പറമ്പാട്ടോ. വാഴയൊക്കെ നല്ല ഉഷാറായി നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ പറമ്പിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ താഴെയാട്ടോ പണിക്കാർ പണിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നോക്കി ഭയങ്കര ശോകാവസ്ഥയിലാട്ടോ കിടക്കുന്നത് ഫുള്ളും. ഇവിടെ ആയാലും അതിൻ്റെ ഇരട്ടിയായിട്ടോ, കുറച്ച് ദൂരത്തോളം നല്ല രീതിയിൽ തന്നെ മോശമാണ്. ഈ ഒരു ഭാഗമൊക്കെ നോക്കി ഫുള്ളിങ്ങനെ അടർന്ന് പൊളിയാൻ തന്നെ ബാലൻസ് ഇല്ല, അങ്ങനെ അട കിടക്കുന്നത്. ഒരുവിധം എല്ലാ റോഡുകളും ഏകദേശം ഈ ഒരു അവസ്ഥയിലൊക്കെ തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ ഇന്നും നമുക്ക് മുളക് പൊരി തന്നെയാണ് കേട്ടോ. അപ്പോൾ മുളക് പൊരി താഴെ പറമ്പിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണില്ല കേട്ടോ. നമുക്ക് കുറേ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പറ്റുവാണെങ്കിൽ താഴെ ഒന്ന് പോകാം. നമുക്ക് നല്ല തണുത്ത കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു തണുത്ത കാറ്റായിട്ട് വീശുന്നത്. ഇവിടെ നമ്മൾ പോകുമ്പോൾ ഞാൻ കാണിച്ചിരുന്ന ആ ഒരു ഏരിയയിൽ എത്തിയിട്ടോ. കാരണം നമ്മുടെ ആശാൻ ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല പച്ചപ്പും നല്ല പുല്ലൊക്കെയാണല്ലോ. അപ്പോൾ മേട്ട് നന്നായിട്ട് വയറൊക്കെ നിറയ്ക്കട്ടെ, പെട്ടെന്ന് വയറ് നിറയ്ക്കും. കാരണം കുറേ അവർക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഈ ഒരു ഭാഗം മേളിലേക്ക് ഫോറസ്റ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ മേളിൽ നിന്ന് കുറേ കിളികളുടെ സൗണ്ട്, മൊത്തത്തിൽ എന്തൊക്കെയോ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഗായ്സ് സംഗത നമ്മൾ വീടെത്തി തുടങ്ങി. അങ്ങനെ എത്തി ഗായ്സ്. അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വില്ലേജിലൊക്കെ പോകേണ്ട ഒരു ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് ഇന്നലെ ഞാൻ ആവണിക്കുട്ടീനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അംഗൻവാടിയിൽ വിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസത്തിന് ശേഷം നാളെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് പോയപ്പോൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു ശൂന്യത പോലെ കേട്ടോ. കാരണം അവളിങ്ങനെ ഉണ്ടാകുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ സൗണ്ടും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇല്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ കൊണ്ടുവരുമല്ലോ. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടുവരും കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ 2:30 ആകുമ്പോൾ പോയിട്ട് അങ്ങനെ കൊണ്ടുവരും. അപ്പോൾ എന്താണ് ഞാൻ ചാവിയൊക്കെ എടുത്തൊന്ന് വാതിൽ തുറക്കട്ടെ. അന്ന് ഇതാ വാതിൽ തുറന്നപ്പോഴത്തേക്ക് നോക്കി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ ഒരാൾ. എന്താണ് എൻ്റെ രാവിലെ ഇതാ കൊഞ്ചാൻ വന്നിരിക്കുക കേട്ടോ. എന്താണ് ആവണിക്കുട്ടി എവിടെ? ആവണി എവിടെ പോയി? എൻ്റെ ആണോ? ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഒരുമ്പ തന്നെ, ഒരുമ്പ ഇവിടുത്താ ഇല്ലേ ഉമ്മ ഇല്ലേന്ന്?
എന്തോ ഒരു സങ്കടം പറയാൻ വന്ന പോലെ ഉണ്ടല്ലോ. ഇന്ന് വലിയൊരു ഉഷാറില്ലാതെയാണല്ലോ വന്നിരിക്കണേ. ചോറ് വേണോ ഇനി? ചോറ് വേണോ? രാവിലെ ഞാനൊരു 3 ദോശ ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഇനി ഫുഡ് കൊടുക്കണം കേട്ടോ. ഫുഡ് തരാം കേട്ടോ. വിശക്കുന്നുണ്ടാവും ആൾക്ക്. അപ്പോൾ അതാട്ടോ സങ്കടം പറയാൻ വേണ്ടി വന്നിരിക്കുവാണ്. ഇതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിൻ്റെയാണ് ഹെയറൊക്കെ നന്നായിട്ടൊന്ന് ചീവി കൊടുക്കണം കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി ഞാൻ ചീവിയിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചീവി കൊടുക്കാം. രോമം അങ്ങനെ കൊഴിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചീവി കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ആണല്ലോ അവളുടെ ബോഡിക്കായാലും മൊത്തത്തിലൊരു നല്ല അടിപൊളിയായി. ഞങ്ങൾ സുന്ദരി ആവില്ലേ ഇനി? ഞാൻ കൂട്ടിപ്പോക്കോ, ഞാൻ തരാം, ഫുഡ് തരാം. ഞാൻ എന്തായാലും ആദ്യം അവൾക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ള പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം. അങ്ങനെ ഞാൻ നമ്മുടെ ഡയാനയ്ക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് നമ്മൾ വാതിലുകളെല്ലാം അടച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇതേപോലെ വെച്ചില്ലാന്നുണ്ടെങ്കിൽ കാറ്റ് വന്ന് അടിച്ച് പറത്തി കൊണ്ടുപോയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി വയ്ക്കുവാണെങ്കിൽ എത്ര കാറ്റ് വന്നാലതാ അവിടെ അങ്ങനെ വലിയ തോന്നുന്നു. അപ്പോൾ ആ ചോറൊക്കെ ഞാനിവിടെ വാർക്കാൻ വെച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ ചോറിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് പാത്രം കഴുകട്ടോ, അതാണ് മെയിൻ പരിപാടി. പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടാവില്ല, പിന്നെ വേണം നമുക്ക് പാത്രങ്ങൾ കഴുകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇന്നത്തെ കറി എന്ന് പറയുന്നത് മോരുകറി ആട്ടോ. അപ്പോൾ നല്ല മോരുകറി നല്ല നൈസായിട്ട് വെണ്ട പോലെ അരച്ചെടുക്കട്ടോ. നമുക്ക് മോരുകറി വെക്കുമ്പോൾ എപ്പോഴും തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തതിന് ശേഷം മോരൊക്കെ അടിച്ച് ഒഴിച്ചതാണ്. അപ്പോൾ നമ്മുടെ മോരുകറി ആയിട്ടൊന്നത്തെ മെയിൻ സ്പെഷ്യൽ. അപ്പോൾ മോരുകറി ഉണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. മോരുകറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ പച്ചമീൻ എന്തെങ്കിലും ഒരു മീൻ വറുത്തും ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിട്ട് ഒരു മോരുകറി മീൻ വറുത്തും. അപ്പോൾ നമുക്ക് ഉണക്കമീനല്ല, നല്ല അടിപൊളി പച്ചമീനാട്ടോ. അപ്പോൾ അയിലയാണേ വറുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലൊക്കെ മേളിൽ കൂടെ ഇട്ടിട്ടാട്ടോ വറുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ അതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എന്താ സ്പെഷ്യൽ കാണിക്കാം. സ്പെഷ്യൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഞാൻ രാവിലെ തന്നെ പോയി ഫ്രഷായിട്ട് പറിച്ചെടുത്ത് വന്നിട്ടുള്ള നമ്മുടെ മത്തൻ്റെ ഇല ആട്ടോ. മത്തൻ്റെ ഇലയുടെ കൂമ്പും നല്ല തളിരും മാത്രം എടുത്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ തേങ്ങയൊക്കെ ഇട്ട് സവോളയൊക്കെ മൂപ്പിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതാട്ടോ നമ്മുടെ മത്തൻ്റെ ഇല തോരൻ. നമ്മുടെ സ്വന്തം നാരങ്ങ പിക്കൽ. അപ്പോൾ നമ്മുടെ മിക്സ്ഡ് അച്ചാറൊക്കെ തീർന്നായിരുന്നു കേട്ടോ. നാരങ്ങയും അതേപോലെ തന്നെ മാങ്ങ, പിന്നെ എന്താ നെല്ലിക്ക, അതെല്ലാം മടിയിട്ടുള്ള അച്ചാർ തീർന്നായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ചിരുട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മടിക്ക് ചേട്ടന്മാർ ചേച്ചിമാരായിട്ട് എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. ഒരു അച്ചാർ നമുക്കിവിടെ മസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് അച്ചാർ കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ പോരെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണല്ലോ. അതേപോലെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഡയാനിക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ എന്നാലും ആളെ ഫുഡൊക്കെ കൊടുത്ത് ഞാൻ കൂട്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ കൂടി ഞാനത്തെ ഫുഡ് കഴിക്കുവാണേ. മോരുകറിയും ചീരത്തോരനും അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ മീൻ വറുത്തത്, അതിൽ മീനാട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളി ടേസ്റ്റ് ഗൈസ്. പൊതുവെ എനിക്ക് മോരുകറി നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ മോരുകറിയും പിന്നെ ഒരു മീൻ വറുത്തം കൊണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക് കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ പറിച്ചെടുത്തുള്ള മത്തൻ്റെ ഇലയാണ്. ഒരു കൂമ്പും മുട്ടും വാടാത്ത നല്ല പിഞ്ചാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ട് ഇരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് കാണുന്നത് ബൈ.